ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ഒരു വെറൈറ്റി മോഡലായിട്ടുള്ള നൈറ്റി നെക്ക് ഡിസൈനാണ്. എളുപ്പത്തിൽ എന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മോഡലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ബ്ലൂ കളറിൽ നല്ലൊരു ഫ്ലവർ പ്രിൻ്റ് വരുന്നൊരു ടൈപ്പ് മെറ്റീരിയലാണ്. നല്ല കാണാൻ ഭംഗിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഞാനിതിൽ കാണിച്ചിട്ടില്ല, നെക്കിൻ്റെ ഡിസൈൻ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി അതിൻ്റെ നെക്കും ഷോൾഡറും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഒരു നൈറ്റ് തയ്ക്കുന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് പീസ് വെച്ചിട്ട് ലെങ്ത്ത് കൂട്ടിയൊരു കാര്യം. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചിട്ടുള്ളത്. നമ്മൾ നൈറ്റിയുടെ ഫുൾ ലെങ്ത്ത് എടുത്തിട്ടും ലെങ്ത്ത് വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോൾഡറിൽ 2 ഇഞ്ച് പീസ് കൂട്ടി കൊടുത്തിട്ടുള്ളത്. ഇവിടെ നെക്കിന് വിടുത്ത് കൊടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്. ഷോൾഡറിന് വേണ്ടിയിട്ട് 4.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്കിന് ഇറക്കം കൊടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ് ഇറക്കം കൊടുത്തിട്ടുള്ളത്. ഇനി ആം ഹോളിന് വേണ്ടിയിട്ട് ഇവിടെ 8.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ വിടുത്ത് കൊടുത്തിട്ടുള്ളത് 13.5 ഇഞ്ചാണ് ചെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഡബിൾ എക്സൽ സൈസ് നൈറ്റിയാണ് ചെയ്യുന്നത്. ഈ ഒരു നൈറ്റിൽ ചെയ്യുന്നത് റൗണ്ട് നെക്ക് നൈറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ട് നെക്കിലാണ് നമ്മൾ പൈപ്പിങ്ങിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നത്. പൈപ്പിങ്ങും പോട്ട്ലി ബട്ടൺസും കൂടി വന്നിട്ടുള്ളൊരു പീസാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുണി ഇതുപോലെ ക്രോസ് ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് കട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ കമൻറ്റിൽ ചിലത് നമുക്ക് റിപ്ലൈ തരാൻ കഴിയാത്തതുണ്ടാകും. കാരണം നമുക്കത് കമൻറ്റ് ടൈപ്പ് ചെയ്തിട്ട് മനസ്സിലാക്കി തരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അത് ക്ലിയർ ആക്കിയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക. പിന്നെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടല്ലോ, ഞാൻ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 4 ഇഞ്ച് വീതി വരുന്നൊരു ക്രോസ് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വീതിയിൽ, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വീതിക്ക് ഈ ഒരു പീസ് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 ഇഞ്ച് 6 ഇഞ്ച് വരെ നിങ്ങൾക്ക് ഈ ഒരു പീസ് എടുക്കാം. ഓക്കെ, അത് നമ്മുടെ മോഡലിന് ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു 4 ഇഞ്ചിലാണിത് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ ചെറിയ ക്രോസ് പീസിൻ്റെ പീസാണ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് 1 2 ചേർത്തിട്ട് നമുക്ക് കുറച്ച് അല്പം വലുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. കാരണം നമ്മുടെ നെക്കിന് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പീസ് നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പീസ്, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 പീസ് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഈ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ത്രെഡ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന പോലെ പൈപ്പിംഗ് ഫൂട്ട് വെച്ചിട്ട് നമുക്കിതിൻ്റെ അടുത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടുള്ളത് തുണിയുടെ ചീത്ത വശത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഞാനിവിടെ ഇപ്പോൾ ഫസ്റ്റ് ലെയറിൽ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ത്രെഡ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിനോട് ചാരിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് എത്ര വീതിക്ക് വേണമെന്ന് വെച്ചാൽ ആ ഒരു വീതിക്ക് അനുസരിച്ച് നമുക്ക് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത്, അങ്ങനെ ആ രീതിയിൽ നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് വ്യൂ കാണിക്കാം. അപ്പോൾ കണ്ടാലോ, ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഞാനൊരു 8 റോസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതിനനുസരിച്ച് നമുക്ക് എത്ര വീതി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വീതി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തുണിയുടെ വീതി നമ്മൾ കൂട്ടിയെടുക്കണം. പിന്നെ ക്രോസ് പീസാണ് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്രോസ് പീസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ നെക്കിൽ റൗണ്ട് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് അതിലേക്ക് വളഞ്ഞ് കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ ആ ഒരു നെക്കിന് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് ബാക്കിയുള്ള തുണി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പീസ് നമുക്ക് നൈറ്റിയിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നൈറ്റിയുടെ ബാക്ക് വശത്ത് നമുക്ക് 1/2 ഇഞ്ച് വീതിക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിതിപ്പോൾ നല്ല സൈഡിലേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു വശത്ത് കൂടെ നമുക്കൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പോട്ട്ലി ബട്ടൺസും കൂടി ഇതിൻ്റെ താഴത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ഗ്യാപ്പിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പിലാണെങ്കിൽ 1 ഇഞ്ച്,
അല്ലെങ്കിൽ അടുത്തടുത്താണെങ്കിൽ അടുത്തടുത്ത്, അരയിഞ്ചിൻ്റെ ഗ്യാപ്പിലാണെങ്കിൽ അരയിഞ്ച്. അപ്പോൾ ആ ഒരു മാർക്കിങ് നിങ്ങൾക്ക് ആദ്യം കൊടുത്തിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പോട്ട്ലി ബട്ടൺസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2.5 ഇഞ്ച് വീതി വരുന്ന, അതുപോലെ 2.5 ഇഞ്ച് ലെങ്ത്ത് വരുന്നൊരു പീസ്, ചതുരത്തിലുള്ള പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോട്ടൻ്റെ പീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ത്രെഡ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഇത് കെട്ടിയെടുക്കണം. അപ്പോൾ കെട്ടുന്ന സമയത്ത് ആ ഒരു കോട്ടൻ്റെ പോർഷൻ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് എടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കുറച്ച് പോർഷൻ നമുക്ക് താഴത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പോട്ട്ലി ബട്ടൺസ് ഇതുപോലെ വെച്ചത് 1 ഇഞ്ച് ഗ്യാപ്പിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നൈറ്റിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മളൊരു മോഡൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ വീഡിയോ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കുക.